ഇന്ന് കട്ട CPM-കാർക്കും കട്ട CPM എന്ന് പറയുന്നേക്കാൾ കട്ട കമ്മികൾ എന്നുള്ള സോഷ്യൽ മീഡിയ വേർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നവർ വിശ്വസിക്കുന്നു. അത് സന്തോഷം വേറെയാണ്. ഷാജൻസ്കറിയെ കോടതി പൂട്ടിയിരിക്കുകയാണ്. ഷാജൻസ്കറി എല്ലാ ശനിയാഴ്ചയും കടവന്ത്രയിലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകണം. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഡോക്ടറുടെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കേസിലാണ്, കോട്ടയം സ്വദേശിയായ ഡോക്ടറുടെ ഫോൺ ചോർത്തി ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് ഷാജൻസ്കറിയ ഇപ്പോ പിന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഷാജൻസ്കറിയോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് എനിക്ക്. എല്ലാം പറയുന്ന വാർത്തകൾ എല്ലാ 100% ശരിയാണെന്നൊന്നും അംഗീകരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് എന്റേതായ വിയോജിപ്പ് അദ്ദേഹത്തിന്റെ വാർത്തകളിൽ ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതൊരു ചാനലിൽ വന്ന വാർത്തയാണ്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വേർഡ് എന്ന് പറയുന്നത് വിവാദ യൂട്യൂബർ. ഈ പറഞ്ഞിരിക്കുന്ന ചാനലില് എന്റെ മുതലാളിമാർ വലിയ വമ്പൻ കേസുകളിൽ ഇപ്പോഴും പ്രതിയായിട്ടുള്ള ആളുകളാണ്. അവരാണ് പറയുന്നത് വിവാദ യൂട്യൂബർ. അപ്പോ ഷാജൻസ്കറിയെ പൂട്ടാൻ കോടതിക്ക് കഴിഞ്ഞു. ഷാജൻസ്കറിയെ പൂട്ടാൻ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ കുറച്ച് നാളത്തേക്ക് ഏത് ആൾ വിചാരിച്ചാലും നടക്കും. എബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും കുറച്ചു കാലത്തെയും കുറച്ചു പേരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഷാജൻസ്കറിയ എന്ന് പറയുന്നത് അപ്രിയമായിട്ടുള്ള ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു. ആ വിളിച്ചു പറയുന്നതിൻ്റെ ഫലമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് CPM-ൻ്റെ. ഭരണഘടനയെ വിളിച്ചും ഫാഷിസത്തിനെതിരെയും മുദ്രാവാക്യങ്ങൾ നിരന്തരമായിട്ട് മുഴക്കുന്ന CPM തൊടുപുഴയിൽ അദ്ദേഹം സ്വകാര്യമായിട്ട് ഏതോ ചടങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാർ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തു. അതാണോ അവരുടെ ജനാധിപത്യം? അതാണോ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം? സാർ അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കാല് വെട്ടുക, കൈ വെട്ടുക, തല വെട്ടുക, അടിക്കുക, ഇടിക്കുക, ഇതാണ് അവരുടെ ജനാധിപത്യം. 81 വെട്ട് കെട്ടുക ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ഭരണഘടനയായിട്ടാണ് പഠിക്കുക, മതേതരത്വം പാടുക, എന്തൊക്കെയാണ് നടത്തുന്നത്. ഈ കാപട്യങ്ങളെ പലതരം തുലയ്ക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ TV ചാനലുകൾ ജീവിച്ചാവൻ അശക്തമാണ്. അവിടെ വന്നിരുന്ന ഒരു കാപട്യം പൊളിക്കാൻ പോലും കഴിയാത്ത കുറേ അന്തി ചർച്ചകൾ വന്നിരിക്കും. ദിവസവും വന്നിരുന്ന ഇപ്പോൾ അവർക്കൊരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ട്. ഒരു നേരെ അന്തി ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയുള്ള കുറേ മുൻ മാധ്യമ പ്രവർത്തകരുണ്ട്. വന്നിരുന്നു കൊണ്ട് ഈ നടത്തുന്ന ഈ വെർബൽ ഡയേറിയ, അതിനേക്കാൾ വളരെ അധികം നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്ന കാര്യമാണ് ഈ ഷാജൻസ്കറിയ എന്ന് പറയുന്ന ആൾ പറയുന്നത്. ക്രോസ് ചെക്ക് ചെയ്താണ് അദ്ദേഹം സ്റ്റോറികൾ അവിടെ അവതരിപ്പിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. വിശദമായിട്ട് പഠിച്ച്, അത് അദ്ദേഹം മാത്രമായിരിക്കത്തില്ല, ഒരു ടീം ഉണ്ടായിരിക്കും അതിൻ്റെ പിന്നിൽ. ആ ടീമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തും ആളുകളോട് വിളിച്ചു ചോദിച്ചുമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അവതരണ ശൈലിയും അത് വളരെ സന്തുലിതമായിട്ടുള്ള രീതിയിലും അദ്ദേഹം പലപ്പോഴും ആരെങ്കിലും ചീത്ത വിളിക്കുകയല്ല, പഠിച്ച് കാര്യങ്ങൾ തെളിവുകളുടെ പിൻബലത്തോടു കൂടി പറയുക. അതാണ് ഈ CPM-നെ അസ്വസ്ഥം ആക്കുന്നത്. എന്നാൽ ചില മാധ്യമപ്രവർത്തകരെ പഴയ കാലത്തെ പടക്കുതിരകളാണെന്നും പറഞ്ഞ് ഇന്നലെയുടെ രോമാഞ്ചമാണെന്നും പറഞ്ഞ് വന്നിരുന്നുകൊണ്ട് VD സതീശൻ, അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യവാദി, കോൺഗ്രസ് വേറെ ഇതുപോലെ പരിശുദ്ധനായ ഒരു നേതാവില്ല എന്ന് പറയുന്ന ആ കപട കോൺഗ്രസ്സുകാരനെ, കാപട്യങ്ങളുടെ രാജാവായിട്ടോ കോൺഗ്രസ്സുകാരനെ, ജമായത്തേക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ VD സതീശനെ പറ്റി ഒരു വാക്ക് എതിരായിട്ട് പറയാൻ തയ്യാറാകാത്തവരാണ്. മലയാള മനോരമയിൽ നിന്നും മാതൃഭൂമിയിലെല്ലാം നിരമിച്ചിട്ട് വേറെ പണിയില്ലാഞ്ഞിട്ട് അന്തിച്ചർച്ചയ്ക്കായിട്ട് ചാനലിൽ വന്നിരുന്ന് നിരങ്ങുന്ന, ചാനലുകളുടെ തിണ്ണ നിരങ്ങുന്ന അവർ പറയുന്ന അഭിപ്രായങ്ങളെന്ന് പറയുന്നത് വമനേച്ഛ ഉളവാക്കുന്നതാണ്. M. കൃഷ്ണൻ നായർ, നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള M. കൃഷ്ണൻ നായർ, സാഹിത്യഭാരഫലം കൃഷ്ണൻ നായർ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ വമനേച്ഛ ഉളവാക്കുന്നതാണ്. ഛർദ്ദിക്കാൻ തോന്നുന്നതാണ്. വെർബൽ ഡയറിയാണ് വിളമ്പുന്നത്. VD സതീശനാണ് മഹാനായ നേതാവ്. വേറെ ആരും കോൺഗ്രസ്സിലില്ല, ഇന്നുമില്ല, അന്നുമില്ല. ഏറ്റവും മഹാത്മാഗാന്ധിയെക്കാളും വലിയ മതേതര വാദിയാണെന്നും പറഞ്ഞ് അയാളാണ് ഈ മതേതര കാപട്യം. ഈ CPM-നെ തള്ളി പറഞ്ഞുകൊണ്ട് ഷാജൻസ്കറിയും അത്തരം ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. സതീശനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ UDF എടുത്ത് കേരളത്തിൽ
അധികാരത്തിൽ വരാനും ഒക്കെയുള്ള നീക്കങ്ങൾ അദ്ദേഹവും നടത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ CPM-നെ നഖശിഖാന്തം എതിർക്കുന്ന കേന്ദ്രത്തിലിരിക്കുന്ന മോദിയെ പ്രകീർത്തിക്കുകയും കേരളം ഭരിക്കുന്ന CPM-നെ എതിർക്കുകയും ചെയ്യുന്നതിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ സാറിന് അദ്ദേഹത്തിന് വാർത്താ വായന ശൈലിയോട് താല്പര്യമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ശരിയാണ്, ഞാനും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വാർത്തകളെ മാതൃകയാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആ തുടക്കം സൂചിപ്പിച്ചതുപോലെ ചില വാർത്തകളോട് എനിക്ക് വിയോജിപ്പുമുണ്ട്. നമ്മളൊരു ആളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടി ജി മോഹൻദാസ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അവതാരകൻ എന്ന് പറയുന്നത് ഷാജൻ സ്കറിയ ആണ്. കാണുക എന്ന് പറയുന്നത് പലതും പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയിൽ നിന്ന്, ഈ രണ്ടുപേരിൽ നിന്നും. അതുകൊണ്ട് മാത്രമാണ് അവരുടെ ഒരു തീരെ താണ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവർ ഡോക്ടറേറ്റും ഒക്കെ നേടി വലിയ പ്രൊഫസർമാരാണെങ്കിൽ അവരുടെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അത്രേ ഉള്ളൂ. ഞാനിപ്പോഴും ചിന്തിക്കുന്നത് ഞാനൊന്നും ആയിട്ടില്ല. ഇപ്പോഴും നമ്മൾ മരിക്കുന്നത് വരെ ഈ ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അല്ലാതെ നമ്മളൊന്നും വലിയ സംഭവങ്ങളല്ല എന്ന് ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഷാജൻ സ്കറിയയുടെ കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന പല നിലപാടുകളിലും പലപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ട്. അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. ഇപ്പൊ ഞാൻ സാർ ഇവിടെ ഇരുന്ന് പറയുന്നത് എന്താണെന്ന് സാറിന്റെ ഫാമിലിക്ക് എന്റെ ഫാമിലിക്ക് അറിയണമെന്നില്ല. നമ്മൾ ജോലിക്ക് വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു, ഇതാണ് അവർക്കറിയാവുന്ന കാര്യം. അവരെന്തായാലും സീരിയൽ കണ്ടോണ്ടിരിക്കുമായിരിക്കും നമ്മുടെ ജയറി പോകുന്നത്. അതെ, അത് കറക്റ്റ് ആണ്. അതുപോലെയാണ് ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ പടം വെച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് ഷാജൻ സ്കറിയ ഇദ്ദേഹത്തിന്റെ പ്രായം ആദരാഞ്ജലികൾ, ശവസംസ്കാരം വൈകിട്ട് ഇന്ന പള്ളിയിൽ വെച്ച്. അപ്പൊ ആദ്യം ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഞാൻ നേരെ ചാനൽ എടുത്ത് നോക്കി, ഇദ്ദേഹം രാവിലെ വന്നിട്ടുണ്ടോ? കാരണം ഇദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു പാർട്ടി ഇങ്ങനെ കഴുകാൻ കണ്ണുകളോടെ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പൊ യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മറ്റു ചാനലുകളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്വന്തം വർഗത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. ചാനലുകാർക്ക് ഇപ്പൊ ഒരു ഇതുണ്ടായാലും അവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഒരാൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് പോയി. അതുപോലെയാണ് നമുക്കും. ഇപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് വാർത്ത പറയുന്നുണ്ട്. അപ്പൊ ഞാനിത് വിശദമായി ഒന്ന് പരിശോധിച്ചു, എന്താ സംഭവം, എന്താ ഇദ്ദേഹം മരിച്ചോ എന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ചില വെട്ടുക്കിളി കൂട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത അവരുടെ ആഗ്രഹം അവര് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളത്. കോളേജ് പ്രിൻസിപ്പൽ ജീവിച്ചിരിക്കുക, അവർ അധികാരത്തിലിരിക്കുക തന്നെ അവരുടെ ശവഘോഷയാത്ര നടത്തിയ ആളുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഷാജൻ സ്കറിയെ അവര് കൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയപ്പെടാനില്ല. ആരാണിത് ചെയ്തതെന്ന് പറഞ്ഞുള്ള കാര്യം വ്യക്തമാണ്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇവരെ അഭിപ്രായങ്ങളെ ഞാനത് വാർത്ത ചെയ്തു, ഷാജൻ സ്കറിയ മരിച്ചു, സംസ്കാരം ഉണ്ടായി. കാരണം എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇപ്പൊ എനിക്കോ സാറിനോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ വിസ്മയ്ക്ക് ഉണ്ടാവണമെന്നില്ല, അല്ലെ, അല്ലെങ്കിൽ വിഷ്ണുവിന് ഉണ്ടാവണമെന്നില്ല. നമുക്കൊന്ന് ബുദ്ധിമുട്ടായാൽ നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും പ്രായമേറിയവരാണ്. അപ്പൊ അവർക്ക് സ്വന്തം മകൻ ഇത് മരിച്ചു എന്ന് പെട്ടെന്ന് കാണുമ്പോ മകൻ ജീവനോടെ ഉണ്ട് എന്ന് അറിയാൻ പെട്ടെന്ന് ഒരു നിമിഷം അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട്. അതുപോലും മനസ്സിലാക്കാൻ വിവരമില്ലാത്ത കുറെ ഊളകൾ കാടിച്ചു കൂട്ടുന്നതിനോട് നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് എനിക്ക് ഇത്രയേ ഉള്ളൂ. കടവന്ത്ര പോയി അദ്ദേഹം ആഴ്ചയിലൊരിക്കൽ അല്ലേ, എല്ലാ ശനിയാഴ്ച 3 മാസം അങ്ങനെ ചെയ്യണം. ശനിയാഴ്ച നമ്മൾ സാധാരണ ശനീശ്വരൻ കോവിലിൽ പോകാറുണ്ട് ശനിയാഴ്ച തോറും. ശിവന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് പിറകിൽ വിളക്കില് പിന്നെ എളുപ്പമുണ്ട്, ശനിയാഴ്ചയാണല്ലോ. ശനിയാഴ്ച ഇല്ല, കുഴപ്പമില്ല. ഇദ്ദേഹം എങ്ങനെയാണെന്ന് അറിയാമോ? ധന്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഇദ്ദേഹം പലപ്പോഴും വിദേശത്തായിരിക്കും. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ അവതരണങ്ങൾ വരുന്നത്. ഇത് ഡൗൺ ലിങ്ക് ചെയ്യാനോ അപ്ലിങ്ക് ചെയ്യാനോ വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. എന്റെ ഒരു ഉപദേശം, അദ്ദേഹം കടവന്ത്ര പോകണം, ഇവിടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം, അല്ലെ? പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. ആ ഡോക്ടറുടെ വീട്ടിലും പോയിട്ട് ഒരു കൺസൾട്ടേഷനും കൂടെ നടക്കുക. BP ഒക്കെ കാണും ഇപ്പൊ നല്ലപോലെ. ആ BP-ക്ക് ഒരു പരിശോധനയും കൂടെ നടത്തി സന്തോഷമായിട്ട് പോരുക. ഇടയ്ക്കിടയ്ക്ക് ശനിയാഴ്ച തോറും പോവുക എന്നുള്ള CPM-കാരെ ആളുകളെ അവിടെ വഴിയിലെങ്ങാനും വെച്ചിട്ട്
വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം കോടതിയോടെ എന്നിട്ട് അദ്ദേഹത്തിന് മൊഴി കൊടുക്കാനും പറ്റുമല്ലോ, സൗകര്യമായി എന്ന് എൻ്റെ അഭിപ്രായം. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പ്രവർത്തനം നടക്കും. CPM-കാർക്ക് അത് അത്ര സന്തോഷിക്കാനുള്ള ഒരു വകയൊന്നും അല്ല നൽകുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനും കഴിയും. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളും അറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തനമായതുകൊണ്ട് ഇങ്ങനെ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. പല യൂട്യൂബ് ചാനലുകളും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ അറിയപ്പെടുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ചാനലിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല. ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, നമ്പർ 1 ആയിട്ട് തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്, ശോഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇവർ വഴി വെച്ച് കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ സാധ്യതയുള്ളത് ചില വാർത്തകൾ ചിലപ്പോൾ കേസാവാതിന് പേര് കേസ് കൊടുക്കാം, ഡിഫേമേഷൻ അങ്ങനെയുള്ള കേസുകളാണ് സാധാരണഗതി വരാറുള്ളതായിട്ട് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. അതെ.